ഇരിഞ്ഞാലക്കുട രൂപതയുടെ മീഡിയ ടീം ദർശൻ മീഡിയ അവതരിപ്പിക്കുന്ന ഗ്രൂപ്പ് കരോൾ സിംഗിംഗ് കോമ്പറ്റീഷൻ വോക്സ് ഏഞ്ചലസ് സീസൺ 3 പാർട്ട് ബൈ ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ മാള. വോക്സ് ഏഞ്ചലസ് മാലാഖമാരുടെ സംഗീതം. പ്രവാചകന്മാരും ദീർഘദർശികളും നൂറ്റാണ്ടുകളായി പ്രത്യാശയോടെ കാത്തിരുന്ന ദേവസുതൻ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമായി മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്കായി ഈ മണ്ണിൽ വന്ന് പിറന്നപ്പോൾ സ്വർഗത്തിലെ മാലാഖമാർ മണ്ണിൽ പൊഴിച്ച സംഗീതം ഗ്ലോറിയ ഗ്ലോറിയ ഗ്ലോറിയ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. വീണ്ടും ഒരു ക്രിസ്തുമസ് ആഗതമാകുമ്പോൾ ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ സ്വർഗീയ രാജാവിനെ മാലാഖമാർക്കൊപ്പം പാടിപ്പുകഴ്ത്താൻ ദർശൻ മീഡിയ അണിചൊരുക്കുന്ന വോക്സ് ഏഞ്ചലസ് സീസൺ 3 കരോൾ ഗ്രൂപ്പ് സിംഗിംഗ് കോമ്പറ്റീഷൻ ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ എത്തിയിരിക്കുന്നത് 11 ടീമുകളാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ വോക്സ് ഏഞ്ചലസ് സീസൺ 3യുടെ വിധികർത്താക്കളായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് ദ ഫൗണ്ടർ ഓഫ് ക്രോസ്റ്റോക്ക് ബാൻഡ് ആൻഡ് ദ ഡയറക്ടർ ഓഫ് ഇന്റർനാഷണൽ ഔട്ട്റീച്ച് ഷാലോം വേൾഡ് USA. I invite Shijin Thomas to the stage. Hi, welcome Shijin ചേട്ടാ. Thank you so much. ഇരിഞ്ഞാലക്കുട രൂപതയുടെ മീഡിയ സംരംഭമായ ദർശൻ മീഡിയ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ദർശൻ മീഡിയ ആയിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇത്രയും വലിയൊരു സെറ്റപ്പൊക്കെ ആയി. ഇവിടെ വലിയ സ്റ്റുഡിയോ ഫ്ലോറ്, വലിയ റെക്കോർഡിംഗ് സംരംഭങ്ങൾ. അപ്പോൾ ദൈവം ദർശൻ മീഡിയയെ ഒത്തിരി വളർത്തിയതായിട്ട് പേഴ്സണലി എനിക്ക് അനുഭവിക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യത്തിനും ദൈവം വിളിക്കുമ്പോൾ ഞാൻ ഒരിക്കലും നോ പറയാറില്ല സാധാരണ. അതുകൊണ്ട് ഒത്തിരി സന്തോഷം ഇന്നത്തെ നമ്മുടെ കാരൽ ഗാന മത്സരത്തിൻ്റെ വിധികർത്താവായിട്ട് ക്ഷണിക്കപ്പെട്ടതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം. Thank you so much Shijin ചേട്ടാ. So please take your seat. Now I invite the second judge of the day, Jessica Shijin. ജെസികയെ പറ്റി പറയുകയാണെങ്കിൽ ട്രിനിറ്റി കോളേജ് ഓഫ് ലണ്ടനിൽ പിയാനോ വിഭാഗത്തിൽ 7th ഗ്രേഡ് കരസ്ഥമാക്കിയ ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ദ വേൾഡ് ഫേമസ് ബാൻഡായ ജോയ്ഫുൾ 6ന്റെ എൽഡസ്റ്റ് വൺ കൂടിയാണ്. I invite Jessica to the stage. Hi Jessica. Hi. ഇപ്പോൾ ജെസിക്കനെ പറ്റി പറയുകയാണെങ്കിൽ ട്രിനിറ്റി കോളേജ് ഓഫ് ലണ്ടനിൽ പിയാനോയിൽ 7th ഗ്രേഡ് നേടിയിരിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ പല നാഷണൽ ലെവൽ പ്രോഗ്രാംസിലും പങ്കെടുത്തിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന 11 ടീമുകളോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് ആകെ ഒരേ ഒരു കാര്യം പറയാനുള്ളൂ. അതായത് ഇപ്പോൾ ഇവിടെ വരുന്ന ഓരോരുത്തരും ഭയങ്കര ബ്ലെസ്ഡ് ആണ്. അതായത് മ്യൂസിക് എന്നുള്ളൊരു ടാലൻറ്റ് ദൈവം കൊടുത്ത് വന്ന ആൾക്കാരാണ് ഇവിടെ വരുന്ന ഓരോരുത്തരും. അപ്പോൾ മേ ബി ഈ ഒരു പ്ലാറ്റ്ഫോം ആ ഒരു ടാലൻറ്റ് തന്ന ഗിവർ ഓഫ് ഗിഫ്റ്റ്സ്, അതായത് ദൈവത്തെ പ്രൈസ് ചെയ്യാനും ആസ് വെൽ ആസ് ഈ ഒരു ക്രിസ്മസ് സീസണിൽ ആ ഒരു ക്രിസ്മസിൻ്റെ ജോയ് മറ്റുള്ളവർക്ക് പങ്കുകൊടുക്കാനും പറ്റിയ ഒരു ഏറ്റവും വലിയൊരു അവസരമായിരിക്കും ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കോമ്പറ്റീഷനേക്കാളും ഉപരി ആ ഒരു ക്രിസ്മസിൻ്റെ ആ ഒരു ഷെയറിങ്ങിൻ്റെയും താങ്ക്സ് ഗിവിങ്ങിൻ്റെയും ജോയിൻ്റെയും പ്രൈസിൻ്റെയൊക്കെ ആ ഒരു അനുഭവം എല്ലാവർക്കും ഇവിടെ അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ എല്ലാവരെയും ആശംസിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈവൻ ദോ ഇറ്റ് ഇസ് എ കോമ്പറ്റീഷൻ, എത്രത്തോളം ഈശോയെ പ്രൈസ് ചെയ്യാൻ പറ്റും ഈ ഒരു മൊമെൻറ്റിൽ ഇവിടെ നിന്ന്, അത് ആ ഒരു ടാലൻസിലൂടെ എല്ലാവർക്കും ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. Thank you Jessica. Please take your seat. ദർശൻ മീഡിയ അവതരിപ്പിക്കുന്ന വോക്സ് ഏഞ്ചലസ് സീസൺ 3 പാർട്ട് ബൈ ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ മാള. എല്ലാവരെയും ഫസ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്രിസ്തുമസിന്റെ മനോഹരമായ ആനന്ദവും പ്രാർത്ഥനയും പ്രതീക്ഷയും നിറഞ്ഞ ഒരു ഗാനം ആലപിക്കുന്നതിനായി നമ്മുടെ കൂടെ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ ചാലക്കുടി. സോ നമുക്ക് അവരൊന്ന് പോയി കാണാം, അവരുടെ പ്രിപ്പറേഷൻസിനെ പറ്റി ഒന്ന് ചോദിക്കാം.
ഹലോ ഓൾ. സോ നിങ്ങൾ സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ ചാലക്കുടിയിൽ നിന്ന് ഇരിഞ്ഞാലക്കുടയിലേക്ക് വന്ന 12 പേരടങ്ങുന്ന ഒരു ടീമാണ്. സോ എല്ലാവരും റെഡി അല്ലേ ഇന്ന് പെർഫോം ചെയ്യാൻ? ഇന്ന് നിങ്ങൾ ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഓക്കെ, സോ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തോളൂ. ഓൾ ദി ബെസ്റ്റ്. പാടി ലോകരെല്ലാം അതേറ്റുപാടി ദൈവദൂത സ്തുതികൾ പാടി ലോകരെല്ലാം ഏറ്റുപാടി നാമം ഇന്ന് ചേർന്ന് പാടിടാം. രാവിൽ ദൂരെ വാനിൽ താരകങ്ങൾ പൂത്തരാവിൽ വേദനേ മണ്ണിലായി വിറന്നു വീണു ലോകരക്ഷകൻ. പാടി ഘോഷിച്ചിടാം, പാടിടാം, സ്തുതിച്ചിടാം, ആത്തുപാടി ഘോഷിച്ചിടാം. രാവിൽ ദൂരെ വാനിൽ താരകങ്ങൾ പൂത്തരാവിൽ വേദനേ മണ്ണിലായി വിറന്നു വീണു ലോകരക്ഷകൻ. കന്യമേരിതൻ സൂനുവായി ദൈവപുത്രൻ മണ്ണിൽ വന്ന രാവ്, മർത്യരക്ഷ ഏകിടാനായി വചനമെന്ന് അവതരിച്ച രാവ്. നിന്നെയും നിന്നെയും സ്വന്തമാക്കി തീർത്തിടാൻ രാജരാജൻ പിറന്ന രാവ്. എന്നെയും നിന്നെയും സ്വന്തമാക്കി തീർത്തിടാൻ രാജരാജൻ പിറന്ന രാവ്. രാവിൽ ദൂരെ വാനിൽ താരകങ്ങൾ പൂത്തരാവിൽ വേദനേ മണ്ണിലായി വിറന്നു വീണു ലോകരക്ഷകൻ. പാടി ആട്ടിടയർ ഏറ്റുപാടി പാടി
കുന്തിരിക്കം കാഴ്ചയുമായി രാജാക്കൾ രാജാതിരാജനെ നമിച്ചു പാടി അവർ അത്യുന്നതങ്ങളിൽ സ്തുതി പാടി. രാവിൽ ദൂരവാനിൽ താരകങ്ങൾ പൂത്തരാവിൽ വേദനേ മണ്ണിലായി വിളങ്ങു വീണു ലോകരക്ഷകൻ. തൊഴുത്തിൽ വന്നുറച്ചു താരം മധ്യപാപം പോക്കിടാൻ അവതരിച്ചു നാഥൻ. ബദലേമിലെ തൊഴുത്തിൽ വന്നുദിച്ചു താരം മധ്യപാപം പോക്കിടാൻ അവതരിച്ചു നാഥൻ. പാടിടാം സ്തുതിച്ചിടാം ആത്തുപാടി ഘോഷിച്ചിടാം. പാടിടാം സ്തുതിച്ചിടാം ആത്തുപാടി ഘോഷിച്ചിടാം. മനോഹരമായിട്ടുള്ള പാട്ട് അതിമനോഹരമായിട്ടാണ് ഇവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ജഡ്ജസിന്റെ അഭിപ്രായങ്ങൾ ചോദിക്കാം. വളരെ മനോഹരമായിരിക്കുന്നു കേട്ടോ. ഏഞ്ചൽസ് ഒക്കെ രണ്ട് സൈഡിൽ നിന്ന് സ്വർഗത്തിൻ്റെ ഒരു പ്രതീതി നിങ്ങൾ സ്റ്റേജിൽ കൊണ്ടുവന്നതിൽ ഒത്തിരി സന്തോഷം. ക്രിസ്മസിൻ്റെ റിയൽ ഫീല് വരുന്നത് ഒരു ഏഞ്ചലൊക്കെ വരുമ്പോൾ തന്നെയാണ് അല്ലേ? നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? നിങ്ങൾ ചാലക്കുടി സെൻറ് ജെയിംസ് ഹോസ്പിറ്റൽ. ഓ ഓക്കെ. അപ്പോൾ അവിടെ നിങ്ങൾ നേഴ്സസ് ആണോ? ഞങ്ങൾ പല ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, മിക്സഡ് ആണ്. വാ ഓക്കെ. നിങ്ങളുടെ ജോലിയുടെ ഇടയിൽ നിങ്ങൾ ക്രിസ്മസിന് കൊയറിനൊക്കെ സമയം കണ്ടെത്തി പ്രാക്ടീസ് ചെയ്ത് ഇതുപോലെ വന്ന് പെർഫോം ചെയ്തത് ക്രിസ്മസിന് കൊടുക്കുന്ന വാല്യൂ ആണ്. അത് എല്ലാവർക്കും മനസ്സിലാവുന്നത്. എല്ലാവർക്കും തിരക്കുകളുണ്ട്, ക്രിസ്മസ് ആഘോഷിക്കാനൊന്നും ആൾക്കാർക്ക് സമയമില്ല. അതിനിടയിൽ നിങ്ങൾ നിങ്ങളുടെ ജോലിയുടെ ഇടയിൽ ഇത് വന്ന് ചെയ്യുമ്പോൾ അതിന് വേറൊരു വാല്യൂ ഉണ്ട്. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. പാട്ടിൻ്റെ ഒരു ആസ്പെക്റ്റ് പറയുമ്പോൾ വളരെ നല്ല സെലക്ഷനായിരുന്നു പാട്ട്. അതുപോലെ നിങ്ങളുടെ സ്റ്റേജിൽ പ്ലേസ്മെൻറ്റ് ഞാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ 12 പേരാണ്. അപ്പോൾ ഒരു ഡൈമെൻഷൻ ഒക്കെ വളരെ കറക്റ്റായിട്ട് നിങ്ങൾ 3 മെയിലേ ഉള്ളൂ, അവരെ കറക്റ്റ് മിഡിലിൽ പ്ലേസ് ചെയ്ത് നല്ല പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ പാട്ടും നല്ല രീതിയിൽ ആവശ്യത്തിന് ചെറിയ ചെറിയ ഹാർമണി ബിറ്റ്സൊക്കെ അതിനകത്ത് ആഡ് ചെയ്ത് വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. അതിൽ രാവിലൊക്കെ സെക്കൻഡ്സും ഒക്കെ പാടിയത് ആരായിരുന്നു? രാവിൽ, അതുപോലെ രാജരാജൻ, അതൊക്കെ പാടിയത് ആരായിരുന്നു? എത്ര പേരായിരുന്നു അത് പാടിയത്? 4 പേരുണ്ട്. 4 പേര്. ഓക്കെ. അത് പാട്ടിനൊരു ഫ്ലേവർ കൊടുക്കും. അത് പ്രത്യേകിച്ച് ക്രിസ്മസിൽ എപ്പോഴും ഈ ഏഞ്ചൽസ് പാടുന്നതെന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഹാർമണിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അത് ആ ആഡ് ഓൺസ് ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ഒരു നല്ല റിത്തമിക് സാധനമായിരുന്നു. മൊത്തത്തിൽ ഓവറോൾ ഇറ്റ് വാസ് എ വണ്ടർഫുൾ പെർഫോമൻസ്. കീപ് ഇറ്റ് അപ്പ്. എനിക്ക് തോന്നുന്നു ഏഞ്ചൽസിൽ ഒരാളെ പാടിയുള്ളൂ, ഒരാൾ പാടിയിരുന്നില്ല കേട്ടോ. ഏഞ്ചൽസ് എല്ലാവരും പാടണം. ഓക്കെ, ദാറ്റ്സ് ഓൾ. അടുത്തത് ജെസിക്ക. ഹലോ. നിങ്ങളെല്ലാവരും ഭയങ്കര നന്നായി പാടി കേട്ടോ. എന്താ വളരെ ഇപ്പോൾ ക്രൈറ്റീരിയാസ് വെച്ച് നോക്കുവാണെങ്കിലും എല്ലാം തന്നെ നിങ്ങൾ നന്നായി ഒരു എബോവ് ആവറേജ് ആയിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നെഗറ്റീവായിട്ട് പറയാനൊന്നും തന്നെ ഇല്ല. ഹാർമണി ആണെങ്കിൽ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. എവിടെയൊക്കെ ഹാർമണി ചേർക്കാൻ പറ്റും അവിടെയൊക്കെ നിങ്ങൾ ഹാർമണി ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നിങ്ങളുടെ വോക്കൽ ക്ലാരിറ്റി ആണെങ്കിലും ഇപ്പം മൈക്ക് ഞാൻ യൂസ് ചെയ്ത് കണ്ടു. ഇപ്പോൾ ബേസൊക്കെ വന്ന സമയത്ത് നിങ്ങൾ കുറച്ച് അടുത്തേക്കൊക്കെ വന്നിട്ടാണ് പാടിയത്. സോ മൈക്ക് യൂട്ടിലൈസേഷൻ ആണെങ്കിലും നന്നായി ചെയ്യുന്നുണ്ട്. എനിക്ക് ചെറുതായിട്ട് തോന്നിയത് ബാക്കി സാധനങ്ങൾ പാടുമ്പോഴും നിങ്ങൾ കുറച്ചും കൂടെ അടുത്ത് നിന്ന് പാടായിരുന്നെന്ന് എനിക്ക് തോന്നി. അതല്ലാതെ എന്താ ജനറലായിട്ടൊരു മൈക്ക് യൂട്ടിലൈസേഷനൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. യാ, അതൊക്കെ തന്നെ. താങ്ക് യു. ഈ പാട്ട് ശരിക്കും ഞങ്ങൾ തന്നെ കമ്പോസ് ചെയ്ത പാട്ടാണ്. ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു, കാരണം ഞാനിത് എവിടെയും കേട്ടിട്ടില്ല ഈ ഒരു പാട്ട്. നിങ്ങൾ തന്നെ കമ്പോസ് ചെയ്തതാണ്? എന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്റ്റാഫ് ഉണ്ട്, അല്ല നമ്മുടെ ഒരു ഫ്രണ്ടാണ്, UK ഇവിടെയല്ല. അപ്പോൾ പേരൊക്കെ ഒന്ന് പറയും. സോണി എന്നാണ് പേര്. അദ്ദേഹത്തിൻ്റെ വരികൾ വിജീഷ് ചേട്ടനാണ് മ്യൂസിക് ചെയ്തത്. ഞങ്ങളെല്ലാവരും തന്നെ പാടിയത്. ദാറ്റ്സ് വണ്ടർഫുൾ. ഓക്കെ, അപ്പോൾ സോണിക്കും ഒരു ബിഗ് റൗണ്ട് ഓഫ് അപ്ലോഡ്സ്. ആൻഡ് വിജീഷ് അല്ലേ? വിജീഷ്. Wonderful job. Oh, that's nice. Thank you, sir. Okay, very, very happy to hear that. ഒരു ഒറ്റ ഇൻപുട്ട് എനിക്ക് തരാനുള്ളത്, ഈ നിങ്ങൾ ലാലാല പാടിയില്ലേ, ഈ ലാലാല പാടുമ്പോൾ അതിനെ കുറേയും കൂടിയും ഒരു സാർവത്രികമാക്കാനൊക്കെ ആയിട്ട് ഒരു പ്രാവശ്യം ലാലാല പാടിയ വേറൊരു പ്രാവശ്യം നമുക്ക് വേണമെങ്കിൽ പം 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 പാടാം.
ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് ഡൈനാമിക്സ് ഒക്കെ അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കുറച്ചും കൂടി യൂണിവേഴ്സലാവും പാട്ട്. ലാലാല പാടുമ്പോൾ അത് മലയാളികളുടെ മാത്രമായിട്ട് മാറും, അതാണ് കുഴപ്പം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് അപ്രോച്ചസ് ഒക്കെ ചെയ്താൽ ഒരുപാട് അതിനൊരു ജനറൽ അക്സെപ്റ്റൻസ് കുറച്ചും കൂടെ കൂടും. ഓക്കെ, എനിവേ വണ്ടർഫുൾ പെർഫോമൻസ്. താങ്ക് യു സർ. താങ്ക് യു. സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ ചാലക്കുടിയിലത്തെ പാർട്ടിസിപ്പൻസ് ആണ് നമുക്ക് പുറത്തിവിടെ വെയിറ്റ് ചെയ്യുന്ന. അവർ പാടി കഴിഞ്ഞു. ഇനി നമുക്ക് അവരുടെ അനുഭവങ്ങൾ കേൾക്കാം. ഹായ്. എല്ലാവർക്കും ഈ വോക്സ് ഏഞ്ചൽസിലുള്ള അനുഭവം എങ്ങനെയായിരുന്നു? അടിപൊളിയായിരുന്നു അല്ലേ? നല്ല ജഡ്ജസ് ആയിരുന്നു. ഓക്കെ, ഞങ്ങളെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ യൂട്യൂബിൽ നിന്ന് എടുത്ത സോങ് അല്ല, നിങ്ങൾ സ്വയമായിട്ട് കമ്പോസ്. അത് തന്നെ ഒരു വലിയൊരു പോയിന്റ് ആണ്. സോ ഇനിയും നിങ്ങൾക്ക് ഉന്നതങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.